കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അമ്മേ സ്തോത്രം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻ്ററിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അമേൻ. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 വാക്യം മുതലാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ പോകുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. ഒത്തിരി മെസ്സേജുകൾ നമ്മളിതിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇവിടെ ഒരപ്പനും 2 മക്കളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അമേ സ്തോത്രം. ഇളയവനും മൂത്തവനും. എന്നാൽ ഇന്ന് പകൽ ഇതിനകത്തൊരു വലിയ മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. അമേൻ. ആരാണ് ഈ അപ്പൻ? ആരാണ് ഈ 2 മക്കൾ? മാനുഷികമായ രീതിയിൽ ഒരു അപ്പനും 2 മക്കളുമല്ല. അവിടെ ദൈവവചനത്തിന് അമേ സ്തോത്ര ഹല്ലേലൂയ ഒരു മർമ്മം അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ഇന്ന് പകൽ ആ അപ്പൻ ആരാണ്? ആ അപ്പൻ സാക്ഷാൽ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമേൻ. ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനം പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഭാഗമായും വിവിധമായും അമേൻ പ്രവാചകന്മാർ മുഖാന്തരം അമേ സ്തോത്രം ഹല്ലേലൂയ പിതാക്കന്മാരോട് അരുളിച്ചത്. അപ്പോൾ ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് ഒരുമിച്ചല്ല, ഭാഗമായി അമേൻ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന നിലകളിലാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ അമേ സ്തോത്രം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വരെ ദൈവത്തിൻ്റെ പേരുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ദൈവമെന്ന പദമാണ്. ദൈവം. ആമേൻ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായം 4-ാം വാക്യം വരെ ദൈവമെന്ന പദമാണ് അവിടെ ദൈവത്തെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചത്. എന്നാൽ 2-ാം അധ്യായം 4-ാം വാക്യം മുതൽ ആമേൻ സ്തോത്രം പിന്നെ കാണുന്നത് യഹോവയായ ദൈവം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലേക്ക് വരുമ്പോൾ ദൈവം യഹോവയായ ദൈവമായി വെളിപ്പെടുന്നു. ആ യഹോവയായ ദൈവം എന്ന പദം ആമേൻ 3-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം വരെ ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. യഹോവയായ ദൈവം ആമേൻ സ്തോത്രം. മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് വരെ യഹോവയായ ദൈവമെന്ന് നമുക്ക് കാണാൻ പറ്റും. ആമേൻ. 4-ാം അധ്യായം 1-ാം വാക്യം വരുമ്പോൾ അവിടെ കാണുന്നത് യഹോവ. ഹല്ലേലൂയ. യഹോവ എന്ന പദം. ആമേൻ. പഴയ നിയമത്തിൽ ആമേൻ ദൈവം, യഹോവയായ ദൈവം, യഹോവ, കർത്താവ്, ഇങ്ങനെ പല പേരുകളിലാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹോവ എന്നൊരു പേര് നമുക്ക് കാണാൻ കഴിയില്ല. യഹോവയായ ദൈവമല്ല പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നത്. അവിടെ വെളിപ്പെടുന്നത് ആമേൻ പിതാവായ ദൈവം. പഴം ശൂന്യമായി കിടന്ന ഭൂമിയെ വേർതിരിച്ചത് ദൈവമാണെങ്കിൽ ആമേൻ മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയത് യഹോവയായ ദൈവം. യഹോവയായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തോട്ടത്തിലാക്കി. പക്ഷേ അവൻ പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആ ദൈവമെന്ന പദം മാറി ആമേൻ സ്തോത്രം. പിന്നെ യഹോവ എന്ന നാമം വെളിപ്പെട്ടു. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം.
ഹല്ലേലൂയ. പിന്നെ 19-ാം അധ്യായം മുതലാണ് പിന്നെ യഹോവയായ ദൈവമെന്ന് ഏകദേശം 34 പ്രാവശ്യമാണ് യഹോവയായ ദൈവമെന്ന് ബൈബിളിലുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് എന്താ ഇന്ന് പകൽ ഇങ്ങനെ പറയാൻ കാരണം? ദൈവത്തിന് സ്തോത്രം. ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ദൈവം വെളിപ്പെട്ടത് ഓരോ നാമത്തിലാണ്. പക്ഷേ ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ നാമത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. 4-ാം അധ്യായത്തിൽ യഹോവ എന്ന ദൈവം വെളിപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയില്ല. മനുഷ്യൻ പാപം ചെയ്ത് തോട്ടത്തിന് പുറത്തായി. 4-ാം അധ്യായത്തിൽ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നു. 5-ാം അധ്യായത്തിൽ മനുഷ്യൻ ഭൂമിയിൽ പെറ്റുപെരുകുന്നു. സ്തോത്രം. മനുഷ്യൻ പാപം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോഹയും നോഹയുടെ കുടുംബം അടങ്ങുന്ന 8 പേർ പോയിട്ട് സകല മനുഷ്യരെയും എന്ത് ചെയ്തു? സകല മനുഷ്യരും ചത്തുപോയി. മരണപ്പെട്ടു. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ വെളിപ്പെട്ടത് യഹോവയല്ല. അവിടെ വെളിപ്പെട്ടതാരാ? പിതാവായ ദൈവം. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് ദൈവം വെളിപ്പെടുമ്പോൾ ഒരു പിതാവായിട്ടാണ് വെളിപ്പെടുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ചത് എത്ര ഭാഗ്യം. സ്തോത്രം. കാരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തിൽ ഒരുവൻ യാഗമർപ്പിക്കുവാൻ വരുമ്പോൾ യാഗമൃഗത്തിൻ്റെ തലയിൽ കൈവച്ചിട്ട് അവൻ ചെയ്ത പാപവും എന്ത് ചെയ്യണം? പുരോഹിതൻ്റെ മുമ്പിൽ വെച്ച് ഏറ്റുപറയണം. ഏതെങ്കിലും ഒരു പാപം പറയാതെ മറച്ചു വെച്ചാൽ അവൻ്റെ യാഗം ദഹിക്കത്തില്ല. അവൻ പ്രാകാരങ്ങളിൽ അവൻ മരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം. സ്തോത്രം. പക്ഷേ ഇന്ന് പകൽ നമുക്ക് വെളിപ്പെട്ട ദൈവം പിതാവായ ദൈവം. സ്തോത്രം. നമുക്ക് വെളിപ്പെട്ടതാരാ? പിതാവായ ദൈവം. എന്താ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകത? പിതാവിൻ്റെ പ്രത്യേകത എന്താ? പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരപ്പൻ്റെ മനസ്സുണ്ട്. പിതാവിൻ്റെ അകത്തെന്നുണ്ട്? ഒരപ്പൻ്റെ മനസ്സ്. സ്തോത്രം. ഇന്ന് പകൽ നമുക്കറിയാം അപ്പൻ്റെ മനസ്സെന്ന് പറയുന്നത് അതൊരു വേറൊരു മനസ്സാണ്. ഹല്ലേലൂയ. മക്കൾ എത്ര തെറ്റ് ചെയ്താലും ലോകക്കാരെല്ലാവരും പറയും അവൻ ശരിയില്ല, അവനെ തള്ളിക്കളഞ്ഞാലും അപ്പൻ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൻ്റെ ഹൃദയത്തിനകത്ത് മക്കളോടുള്ളൊരു സ്നേഹം. അപ്പം നമുക്ക് വെളിപ്പെട്ടത് പിതാവായ അപ്പനാണ്. നമുക്ക് വെളിപ്പെട്ടത്. സ്തോത്രം. ഈ അപ്പൻ്റെ ഹൃദയമുള്ള ദൈവമാണ് നമുക്ക്. ഈ ദൈവത്തിനും അപ്പനും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? അപ്പനായ ദൈവം വെളിപ്പെട്ടതും യഹോവയായ ദൈവം വെളിപ്പെട്ടതിൻ്റെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഈ യഹോവയായ ദൈവവും മനുഷ്യനും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. സ്തോത്രം. ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്നാൽ ആർക്കും പർവ്വതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പർവ്വതത്തെ തൊടാനോ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനോ കഴിയില്ല. പക്ഷേ ഈ അപ്പൻ വെളിപ്പെട്ടാൽ അങ്ങനെയല്ല. അപ്പൻ വെളിപ്പെട്ടാൽ അകലമില്ല. നമുക്ക് അടുത്തു ചെല്ലാൻ പറ്റും. അപ്പനെ തൊടാൻ പറ്റും. അപ്പനെ പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അകന്നു നിൽക്കുന്നൊരു ദൈവത്തിൻ്റെ അടുക്കലല്ല. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നീ നിൽക്കുന്ന ഇടത്ത്, നീ ഇരിക്കുന്ന ഇടത്ത് കടന്നു വന്ന് നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരപ്പൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ നിന്നെ തള്ളിക്കളയുന്ന ദൈവം ദൈവമല്ല. ന്യായവിധിക്കകത്ത് നിന്നെ കത്തിച്ചു കളയുന്ന ദൈവമല്ല. ആമേൻ. ഒരു അഭിഷേകത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീയിറക്കി നിന്നെ ദഹിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ആമേൻ കരുണയുള്ള ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഈ വചനത്തിൽ വെളിപ്പെട്ടത് ഒരപ്പനാണ്. അപ്പോൾ രണ്ട് മക്കൾ അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. വായിക്കേണ്ട ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് ദാസിയുടെ മകൻ, ഒന്ന് സ്വതന്ത്ര പ്രസവിച്ചവൾ. ആമേൻ സ്തോത്രം. ഇത് 2 നിയമങ്ങളാകുന്നു. ആമേൻ. ഒന്ന് പുതിയ നിയമവും ഒന്ന് പഴയ നിയമവും. ഹല്ലേലൂയ. ഇവിടെ ഈ 2 മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 2 നിയമങ്ങളെക്കുറിച്ച്, 2 കാലഘട്ടത്തിൽ വെളിപ്പെട്ട
രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഈ വചനത്തിൽ പ്രതിപാദിക്കുന്നത്. ഇന്ന് പകൽ നമ്മൾ ഈ ആരാധന കഴിയുമ്പോൾ നമ്മൾ ഈ രണ്ട് മക്കളിൽ ആരാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആമേൻ സ്തോത്രം. പാസ്റ്റർ തലയിൽ കൈവച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ മൂത്തതാണോ ഇളയതാണോ എന്ന് പറയത്തില്ല. പക്ഷേ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ആമേൻ ഞാൻ ഇളയവനാണോ ഞാൻ മൂത്തവനാണോ എന്ന് തിരിച്ചറിയണം. വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ നമുക്കറിയാവുന്നതുപോലെ ആമേൻ സ്തോത്രം ഒരു അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ ആമേൻ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൻ്റെ അടുക്കൽ വന്ന് പറയണം, അപ്പ എനിക്ക് അവകാശപ്പെട്ടത് എന്ത് ചെയ്യണം, എനിക്ക് തരണം. അപ്പൻ എന്താ ചെയ്തേ? അവൻ അവർക്ക് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. അവൻ അവർക്ക് ചോദിച്ചതാരാ? ഇളയവനാ ചോദിച്ചത്. അപ്പൻ ആർക്കാ കൊടുത്തേ? രണ്ടുപേർക്കും ഒരുപോലെ എന്ത് ചെയ്തു? ഒരുപോലെ കൊടുത്തു. ഇന്ന് പകൽ മുഖപക്ഷമില്ലാത്തൊരു ദൈവം, മുഖപക്ഷമില്ലാത്ത ഒരപ്പൻ. ന്യായപ്രമാണ കാലത്തിൽ വെളിപ്പെട്ട യഹോവയ്ക്ക് മുഖപക്ഷമുണ്ട്. അവൻ ഒരുവനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആമേൻ സ്തോത്രം ദാവീദിനെ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ പ്രത്യേകത അവൻ കോമളനും. ശൗലിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളിൽ തോൾ മുതൽ. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിക്ക് ഒത്തവനെ തിരഞ്ഞെടുക്കൂ. പക്ഷെ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട അപ്പൻ്റെ പ്രത്യേകത അവന് മുഖപക്ഷമില്ല. ലോകത്തിന് മുഖപക്ഷമുണ്ട്, മനുഷ്യർക്ക് മുഖപക്ഷമുണ്ട്. ആമേൻ സ്തോത്രം. ഒരുപക്ഷെ പാസ്റ്ററിന് മുഖപക്ഷമുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ടൊരുവൻ നിൽപ്പുണ്ട് മുഖപക്ഷമില്ലാതെ. ഇന്ന് പകൽ നിന്നെ ചേർത്തു പിടിക്കുക, നിന്നെ ചേർത്തു പിടിക്കുക. ആമേൻ നിന്നെ മാറോട് ചേർത്തു പിടിക്കുവാൻ ഇന്ന് പകൽ മുഖപക്ഷമില്ലാത്തൊരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അകത്ത് പരിശുദ്ധാത്മാവുള്ളവർ, ഈ അപ്പൻ്റെ മക്കളാണെന്ന് ബോധ്യമുള്ളവർ ദൈവത്തിന് സ്തോത്രം പറയണം. ഈ അപ്പൻ്റെ മക്കൾ പ്രതികരിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അപ്പൻ നമുക്ക് വെളിപ്പെട്ടത് കൊണ്ട് ഇന്ന് പകൽ ജീവനുള്ളവരുടെ ദേശത്ത് ഇന്ന് പകൽ ഞാനും നിങ്ങളും നിൽക്കുന്നത്. ശത്രു എത്രയോ പ്രാവശ്യം വീഴുവാൻ തക്കവണ്ണം ആമേ എന്നെ തള്ളി, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ തള്ളി വീഴാതെ വണ്ണം നിൽക്കുന്നത് ഒരപ്പനുള്ളത് കൊണ്ട്. ഇന്ന് പകൽ വീഴാതിരിക്കുന്നത് ഈ അപ്പൻ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട്. ഇന്ന് പകൽ പ്രതികരിക്കാൻ കൃപ പ്രാപിച്ചവർ പ്രതികരിച്ചോണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണ കാലത്തിൽ ഹല്ലേലൂയ ആമേൻ ഏലിയാവ് വന്നിട്ട് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഏലിയാവിന്റെ അടുക്കൽ അരാം രാജാവിന്റെ സൈന്യം വന്നിട്ട് പറഞ്ഞു, ആമേൻ ഏലിയാവെ ഇറങ്ങി വരിക. ആമേൻ ഏലിയാവ് വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ എന്നെ വെല്ലുവിളിക്കാൻ നീ ആരാ? ആകാശത്ത് നിന്ന് തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ 51 പേർ തീക്കിരയായി. വീണ്ടും 51 പേർ തീക്കിരയായി. ഇന്ന് പകൽക്കാലം ഈ അപ്പൻ ഇറക്കുന്ന തീക്കകത്ത് ആമേൻ ഏതോ ഒരു അഭിഷിക്തന്റെ ശാപത്തിനകത്ത് നീ കത്തിപ്പോകത്തില്ല. ഒരു അഭിഷിക്തന്റെയും ആമേൻ ഹല്ലേലൂയ വാക്കുകൾക്കകത്ത് ആമേൻ നീ തീക്കരയാകത്തില്ല. ഇന്ന് പകൽ നിന്നെ മാറോട് ചേർത്തു പിടിക്കുന്ന അഗ്നികുണ്ഡത്തിലും നാലാമനായി ഇറങ്ങി വന്ന് നിന്നെ കത്തിച്ചു കളയാതെ നിന്നെ മാറോട് ചേർത്തു പിടിക്കുന്ന ഒരു ദൈവസേന ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇറങ്ങിയിട്ടുണ്ട്. ഒരു ശാപത്തിന്റെ ദുഃഖവും ഒരു ശാപത്തിന്റെ ശക്തിയും ഇന്ന് പകൽക്കാലം നിന്നെ കത്തിക്കത്തില്ല, നിന്റെ തലമുറയെ തൊടത്തില്ല, നിന്റെ കുടുംബത്തെ തൊടത്തില്ല. ഇന്ന് പകൽക്കാലം തൊടാൻ പറ്റത്തില്ല. കാരണം അവൻ ആ തീക്കകത്ത് നാലാമനായി ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. അതെന്റെ അപ്പനാ. ലോകത്തിന്റെ തീക്ക്, ശാപത്തിന്റെ തീക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആ അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റോ നടന്നോ നിന്നോ തുള്ളിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാം. കാരണം എന്തെന്നറിയാമോ? ഇന്ന് പകൽ ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ അപ്പൻ ഉള്ളത് കൊണ്ടാണ്.
ഇല്ലെങ്കിൽ ഏതോ ശാപത്തിൻ്റെ കീഴിൽ തകർന്നു പോകാമായിരുന്നു. ഏതോ അഭിഷിക്തൻ്റെ ആമേൻ വാക്കുകളിൽ തകർന്നു പോകാമായിരുന്നു. ആരുടെയൊക്കെ പ്രാക്കലിൽ ആമേൻ സ്വത്ര ദൈവകുഞ്ഞെ നീ തകർന്നു പോകാമായിരുന്നു. പക്ഷെ തകർന്നു പോകാതെ ഇന്ന് പകൽ ഇതിനകത്ത് നീ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഇന്ന് പകൽ നിന്റെ അടുക്കൽ ഒരുവൻ നിൽപ്പുണ്ട്. ഒരപ്പൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. നിന്റെ കണ്ണുനീരൊപ്പുന്ന ആമേൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരപ്പൻ ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക ആമേൻ ആത്മഹത്യയല്ല നിന്റെ മറുപടി. ആമേൻ മരണമല്ല നിന്റെ മറുപടി. ഇന്ന് പകൽ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരപ്പനുണ്ട്. ഇന്ന് പകൽ അവന്റെ മുമ്പിലൊന്ന് വീഴ്, അവന്റെ മുമ്പിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മുതൽ പകുത്തു കൊടുത്തു, ഒരു പക്ഷഭേദമില്ലാത്ത ദൈവം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അടുത്തത് സംബന്ധിച്ച ഏറെ നാൾ കഴിയും മുമ്പേ ആമേൻ ഇളയവൻ സകലതും സ്വരൂപിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി. ആമേൻ സ്തോത്രം. ഇതുവരെ അപ്പൻ്റെ കൂടെ നിന്നവൻ, അപ്പൻ്റെ സ്നേഹം അനുഭവിച്ച് അപ്പൻ്റെ ആമേൻ തണലിൽ ജീവിച്ചവൻ ഒരു ദിവസം പെട്ടെന്ന് ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഇന്ന് പകൽ അപ്പൻ്റെ മനസ്സ് വേദനിക്കോ? സ്തോത്രം. പോയ മകന് സന്തോഷം, പക്ഷെ വീട്ടിലിരിക്കുന്ന അപ്പന് വേദനയാണ്. അപ്പനിൽ നിന്ന് അകലുമ്പോൾ അപ്പൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നെന്ന് ആമേൻ സ്തോത്രം മക്കളുള്ളവർക്ക് അതിൻ്റെ വേദന അറിയാവും. നമ്മളെ മക്കൾ നമ്മളിൽ നിന്ന് അകലുന്നു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ ഉള്ളിൽ കത്തുന്നൊരു വേദനയുണ്ട്. ഇന്ന് പകൽ ആമേൻ വചനം പറഞ്ഞു, ദോഷികളായ മനുഷ്യൻ്റെ ഹൃദയം വേദനിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്ര ഹല്ലേലൂയ സ്വന്തം ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്ത അപ്പന് ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ട് എത്ര വേദനയുണ്ടാകും. സകലം സ്വരൂപിച്ച് അവിടെ ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നു, അവിടെ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. അവൻ അപ്പം കൊടുത്ത സ്വത്തുക്കളെല്ലാം എന്ത് ചെയ്തു? നാനാവിധമാക്കി കളഞ്ഞു. ഈ അപ്പൻ കൊടുക്കുന്ന നന്മകളെ, അനുഗ്രഹത്തെ നാനാവിധമാക്കി കളഞ്ഞു. അപ്പൻ്റെ സ്നേഹം ഈ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നൊരു ആദ്യ സ്നേഹമുണ്ട്. ദൈവം ഒരുപാട് കൃപകൾ തരും. പക്ഷേ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുവാനുള്ള കൃപ, ആരാധിക്കുവാനുള്ള കൃപ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ അന്യോന്യം സ്നേഹിക്കുവാനുള്ള കൃപകൾ, ആമേൻ പല ആമേൻ സമ്പത്തുകൾ ഈ അപ്പൻ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചതാ, ഈ മകൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. പക്ഷേ അപ്പനിൽ നിന്ന് അകന്നിട്ട് ഈ നന്മകളൊക്കെ എന്ത് ചെയ്തു? നാനാവൃതമാക്കി കളഞ്ഞു. ഇവനിപ്പോൾ ഭയങ്കര തീഷ്ണതയൊന്നും, കാരണം എല്ലാം എന്ത് ചെയ്തു? ഓരോന്നാറ്റും നഷ്ടപ്പെടുമ്പോൾ ഇത് നമുക്ക് അറിയത്തില്ല. ഇത് ഒരുമിച്ച് പിടിക്കപ്പെടുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആമേൻ. ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, ഓരോന്നായി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. അടുത്തെന്താ സംഭവിച്ചേ? എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. ഒരു കഠിന ക്ഷാമമുണ്ടായി. ചില ക്ഷാമങ്ങളെല്ലാം നല്ലതാ, ചില പ്രതികൂലങ്ങൾ നല്ലതാ. സ്തോത്രം ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ നല്ലതാണ്. ഹല്ലേലൂയ. ആ ദേശത്ത് ക്ഷാമം വന്നു. എന്താ സംഭവിച്ചത്? അവന് മുട്ടു വന്നു തുടങ്ങി. ആമേൻ. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനിൽ ചെന്ന് ആശ്രയിച്ചു. ആമേൻ. അവന് മുട്ടു വന്ന്, സ്തോത്രം, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആകപ്പാടെ ബുദ്ധിമുട്ടിലിരിക്കുക. ആമേൻ. അവൻ എന്ത് ചെയ്തു? ആ ദേശത്ത് ചെന്ന് പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ആമേൻ. അപ്പൻ്റെ വീട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നവനാ. സമയാസമയം നല്ല ഫുഡൊക്കെ കഴിച്ചിരുന്നതാ.
ഇപ്പോൾ വേഷനാഗപ്പാടെ പടി. അവിടുത്തെ ദേശത്തിൽ ചെന്നൊരു പൗരനെ ആശ്രയിച്ചിട്ട് അവൻ പന്നികളെ മേയ്ക്കാൻ എന്ത് ചെയ്തു? ആമേൻ, അയച്ചു. അടുത്തെന്താ സംഭവിച്ചേ? പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. സ്തോത്രം. പന്നിയുടെ ആഹാരമെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? ആമേൻ. ദൈവം അടച്ച പിന്നെ അടച്ചതാ, പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല. വചനം പറഞ്ഞു, ആമേൻ, ഞാനൊരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് പറയാ, ഞാൻ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കാനും പറ്റില്ല. ഇന്ന് പകൽ ആർക്കും തുറക്കാതെ വണ്ണം അടപ്പാനും അടയ്ക്കാതെ വണ്ണം തുറക്കാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ നിൽപ്പുണ്ട്. അവന്റെ സകല വാതിലുകളും ദൈവം അടച്ചു. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടെന്ന് ഇന്ന് പകൽ ഇതിനകത്ത് ഈ സന്ദേശം കേൾക്കുന്നതിനിടയിൽ ദൈവം ഞാൻ നിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ദൂത, എല്ലാ വാതിലുകളും അടഞ്ഞെങ്കിൽ ദൈവത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ. നീ മുട്ടിയ വാതിലുകളിൽ ഒന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിൽ എല്ലാമുള്ളൊരു വാതിൽ നിനക്ക് വേണ്ടി എന്റെ തമ്പുരാൻ തുറക്കും, എന്റെ ദൈവം തുറക്കും. അവിടെ കിടന്നുകൊണ്ട് അവൻ കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. പന്നി കഴിക്കുന്ന മാളവരെയും കിട്ടിയില്ല, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഇനി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ പറ്റില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിതിനകത്ത് ചിലരോട് ദൂത് കൈമാറുക, നിനക്കൊരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ പറ്റത്തില്ലെന്ന്. അവൻ നിന്റെ ഹൃദയം കഴിഞ്ഞ രാത്രിയിലും നിന്നോട് സംസാരിച്ചെങ്കിൽ ഇന്ന് പകലത്തെ ആലോചന നിന്നോട്, അവൻ നിനക്ക് വേണ്ടി ഒരപ്പൻ വാതിലുകളെ തുറക്കാൻ പോവുകയാ. ആമേൻ, സ്തോത്രം. ലോകത്തിന്റെ സകല വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞാലും ഇന്ന് പകൽ അപ്പൻ നിനക്ക് വേണ്ടി ആമേൻ വാതിൽ തുറന്നിട്ടുകൊണ്ട് ആമേൻ നീ ഇറങ്ങിയ സമയം മുതൽ നിന്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന, നിന്റെ തിരിച്ചു വരവ് കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്. ഓ റബ ശാന്തൽ പ്രൗഢ മനരഗദനസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരപ്പനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 17-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സുബോധം വന്നിട്ട്, അപ്പോൾ എല്ലാ വാതിലുകളും അടയുമ്പോൾ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എവിടെയെങ്കിലും ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് ബോധം വരത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, ഹല്ലേലൂയ, അപ്പോൾ അവന് സുബോധം വന്നു. എന്താ സുബോധം വന്നത്? ഹല്ലേലൂയ, സ്തോത്രം. എന്താ സുബോധം വന്നത്? അപ്പോൾ അവൻ സുബോധം വന്നിട്ട്, അവൻ എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു. ആമേൻ. അവൻ അവിടെ നിന്ന് പറയാ, എൻ്റെ അപ്പന്റെ എത്രയോ കൂലിക്കാർ ആമേൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വെക്കുന്നു, പക്ഷെ ഞാനോ ഇവിടെ കിടന്ന് വിശന്ന് ആമേൻ മരിക്കുവാൻ പോകുന്നു. ആമേൻ. അവിടെ കിടന്നുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു. എന്തെടുത്ത തീരുമാനം? ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ ഞാൻ മടങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങി ചെല്ലും. ഞാൻ എൻ്റെ ആമേൻ പഴയ ആത്മിക ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരും. പഴയ പ്രാർത്ഥനയിലേക്ക് ഞാൻ മടങ്ങി വരും. പഴയ ആരാധനയിലേക്ക് മടങ്ങി വരും. ഇന്ന് പകൽ ദൈവകുഞ്ഞേ, നിന്റെ തളർന്ന കാലുകള് ഇന്ന് പകൽക്കാലം നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവശക്തി നിന്റെ മേൽ മടങ്ങി വരണമെങ്കിൽ ഇന്ന് പകൽ നീ പറയണം, അപ്പാ എനിക്കൊരു മടങ്ങി വരവ് വേണം. ആമേൻ. അപ്പാ എനിക്കൊരു മടങ്ങി വരവ് വേണം. ഈ പന്നിക്കുഴിയിൽ ഒതുങ്ങി പോകാനുള്ളതല്ല, ഇവിടെ കിടന്ന് ഞാൻ നശിച്ചു പോകുവാനുള്ളതല്ല. എനിക്കൊരു ലൈഫുണ്ട്, എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് മടങ്ങി ചെല്ലാൻ ഒരു അപ്പന്റെ ഭവനമുണ്ട്. അവിടെ കിടന്നൊരു തീരുമാനം എടുത്തു. ആമേൻ. ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ ചെല്ലും. എന്നിട്ട് എൻ്റെ അപ്പനോട് ഞാൻ പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, എനിക്കറിയില്ലായിരുന്നു, പറ്റിപ്പോയി. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ ഈ തീരുമാനമെടുക്കുമ്പോൾ ആമേൻ പന്നിക്കുഴിയിൽ ആരും ആഹാരം കൊണ്ട് കൊടുത്തില്ല. പക്ഷേ അവൻ തീരുമാനമെടുത്തത് മുതൽ അവൻ്റെ അസ്ഥികൾ ബലപ്പെടാൻ തുടങ്ങി.
അവൻ്റെ നാഡി ഞരമ്പുകൾ ബലപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് നീ എടുക്കുന്ന തീരുമാനത്തിനകത്ത് നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്റെ നരിയാണിയെ ഉറപ്പിക്കുന്ന, ആമേൻ, നിന്നെ ഒതുക്കിക്കളഞ്ഞ മേഖലകൾക്കകത്തു നിന്ന്, ചില പന്നിക്കുഴിക്കകത്തു നിന്നെ ഒതുക്കിയെങ്കിൽ, ചില സ്തോത്ര പൗരന്മാരെയാണ് നീ ആശ്രയിച്ചതെങ്കിൽ, നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളിൽ നിന്ന് നീ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ദൈവശക്തി ഇന്ന് പകൽ നിന്റെ മേൽ ഒരു കൊടുങ്കാറ്റ് പോലെ, ഇന്ന് പകൽ കൊടുങ്കാറ്റ് പോലെ നിന്റെ മേൽ ഒരു ദൈവശക്തി അടിക്കും. ദൈവശക്തി വരും. ശക്തി ഇല്ലെന്ന് പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അവന്റെ മേൽ അവൻ എടുത്ത തീരുമാനത്തിനകത്ത്, ആമേൻ, പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ തന്നെ, ആമേൻ, അവൻ്റെ തീരുമാനത്തിന്മേൽ ദൈവശക്തി വ്യാപരിച്ചു. ഇന്ന് പകൽ ഹല്ലേലൂയ, ദൈവകുഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഇതേ ഉള്ളൂ, നിന്റെ അപ്പനുമായ ഒരു തീരുമാനത്തിലേക്ക് വരണം. നീ ഒതുങ്ങി 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 അവസാനം നിന്നെ പന്നിക്കൂട്ടിലല്ല കാണേണ്ടത്, നീ അപ്പൻ്റെ ഭവനത്തിലിരുന്ന്, ആമേൻ, നീ വിശപ്പുള്ളവനായിട്ടല്ല, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് നീ സമൃദ്ധി അനുഭവിക്കാൻ ഇന്ന് പകൽ, ആമേൻ, നിന്റെ തീരുമാനം അപ്പൻ്റെ ഭവനത്തിലേക്ക് വരണം. അവൻ തീരുമാനമെടുത്തു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ തീരുമാനമെടുത്തു. അവന് മേൽ ദൈവശക്തി വ്യാപരിച്ചു. അവൻ ഓടി, അവൻ കിലോമീറ്ററുകൾ താണ്ടി അപ്പൻ്റെ ഭവനത്തിൻ്റെ അടുക്കലേക്ക് വന്നു. ആമേൻ, ഭവനത്തിലേക്ക് വന്നപ്പോൾ അതാ, ആമേൻ, വാതിൽ തുറന്നിട്ടൊരപ്പൻ കാത്തിരിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരപ്പൻ. ലോകം മുഴുവനും ശമരിയ പട്ടണത്തെ ശാപത്തിന് കീഴിലാക്കി, ആമേൻ, ദൈവത്തിൻ്റെ അടുക്കൽ വരെ യോഗ്യതയില്ലെന്ന് അയോഗ്യത പ്രഖ്യാപിച്ചിട്ടിരിക്കുമ്പോൾ ഇതാ ഒരുവൻ യാക്കോബിൻ്റെ ഉറവിനരികെ വന്ന് കാത്തിരിക്കുക. സ്തോത്രം. ആർക്ക് വേണ്ടി? ഒരു ശമരിയക്കാരിക്ക് വേണ്ടി. ഇന്ന് പകൽ ഇതിനകത്ത് ആർക്കൊക്കെ വേണ്ടി എൻ്റെ അപ്പൻ കാത്തിരിക്കുകയാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയും, അപ്പൻ്റെ കാത്തിരിപ്പിന് ഇന്ന് പകൽക്കാലം സമാപ്തി വരത്തക്കവണ്ണം, ഹല്ലേലൂയ, ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽ, ആമേ, സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് നിന്റെ വിശപ്പടക്കുവാൻ, ആമേ, സ്തോത്ര, കർത്താവ് ഇന്ന് പകൽക്കാലം പ്ലാൻ ചെയ്യുകയാണ്. ഇന്ന് പകൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ആ തീരുമാനമുണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇപ്പോൾ ഈ മകൻ അപ്പൻ്റെ ഭവനത്തിൽ മടങ്ങി വന്നു. ഇവൻ മടങ്ങി വന്ന് നിൽക്കുമ്പോൾ, സ്തോത്രം, അപ്പൻ ദൂരത്ത് നിന്ന് എന്നെ അപ്പന് മനസ്സിലായി. കാരണം മനസ്സിലാകാത്തതിൻ്റെ കാരണം, ആമേൻ, വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും മനസ്സിലായില്ല. കാരണം ഇവൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവന് ഒരു വസ്ത്രമുണ്ടായിരുന്നു, ഒരു വിശുദ്ധിയുടെ വസ്ത്രം ഉണ്ടായിരുന്നു. അതായിരുന്നു അവൻ്റെ ഐഡൻറ്റിറ്റി. ആര് കണ്ടാലും പറയും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വസ്ത്രം എന്ത് ചെയ്തു? ഇപ്പം ഐഡൻറ്റിറ്റി എല്ലാം പോയി. ഇപ്പം ആമേൻ ആരാന്ന് പറയാനൊന്നും പറ്റുകയില്ല. സ്തോത്രം. രണ്ട്, ആമേൻ, സ്തോത്രം, അവൻ്റെ കയ്യിൽ മോതിരമില്ല. സ്തോത്രം. നേരത്തെ യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചി എന്ന് പറഞ്ഞാൽ പിശാചി എന്ത് ചെയ്യുമായിരുന്നു? കാരണം അധികാരം, ആമേൻ, ഹല്ലേലൂയ. ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ പോന്ന് പറഞ്ഞാൽ പോകുന്നതെല്ലാം തിരിച്ചവൻ്റെ കൂടെ വരും. കാരണം എന്തില്ല? മോതിരം ഇല്ല. പിന്നെ ഇവൻ്റെ കാലിൽ 2 ചെരുപ്പുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ട വന്ന് നിൽക്കുന്നത്. ഇതെല്ലാം നഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടിട്ട് അപ്പൻ എന്താ ചെയ്തേ? അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നീ വിശുദ്ധനായിട്ടല്ല നിന്നെ ചേർത്ത് പിടിക്കുന്നത്. നീ, ആമേ, സ്തോത്രം, എല്ലാം നഷ്ടപ്പെട്ടവനായി നിൽക്കുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇന്ന് പകൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്.
നീ വിശുദ്ധനായിട്ടല്ല, നീ വിശുദ്ധനാകുന്നതിന് മുൻപ് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം. പക്ഷെ നീ പാപത്തിലായിരിക്കാം ഇരിക്കുന്നത്. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന നീ ഒരു കൊടും പാപിയായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ അപ്പൻ നിന്നെ ചേർത്ത് പിടിച്ചാൽ ഇനി നിന്നെ പാപി എന്ന ലിസ്റ്റിലല്ല, ഇനി നീ അപ്പന്റെ മകൻ എന്ന ലിസ്റ്റിലേക്ക് വരും. ചരിത്രം തിരിക്കും. സ്തോത്രം. അവനെ കഴുത്തിന് കെട്ടിപ്പിടിച്ചു. അവൻ പറഞ്ഞു, അപ്പാ ഞാൻ നിന്നെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ അപ്പൻ മിണ്ടിയില്ല. അപ്പൻ ഒത്തിരി കെട്ടിപ്പിടിച്ചിട്ട് ഒത്തിരി കാര്യം പറയാൻ വന്നതാ. അപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു, അബേ സ്തോത്രം, ഞാൻ ആരല്ല, ഞാൻ യോഗ്യനല്ല. ഇന്ന് പകൽ നമ്മുടെ യോഗ്യത തീരുമാനിക്കുന്നത് നമ്മളല്ല. സ്തോത്രം. ദൈവകുഞ്ഞാ, നിന്റെ യോഗ്യത തീരുമാനിക്കുന്ന നീയല്ല, നമ്മളെ യോഗ്യത തീരുമാനിക്കുന്ന അപ്പനാ. ഒരു സ്തോത്രം പറഞ്ഞേ. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യോഗ്യത തീരുമാനിക്കുന്ന അപ്പനാ. സ്തോത്ര സ്തോത്ര സ്തോത്രം. അപ്പനോട് പറഞ്ഞു, ഞാൻ യോഗ്യൻ. അപ്പൻ ഒന്നേ പറയണം, മോനെ നീ യോഗ്യനാണോ ഇല്ലയെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സ്തോത്രം. ഇതിപ്പോൾ യോഗ്യനല്ലെന്ന് പറയാൻ കാരണം ആമേ സ്തോത്രം, പോയപ്പോൾ ഉടുപ്പുണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, മോതിരം ഉണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ പുള്ളിക്കാരൻ തന്നെ എന്ത് ചെയ്തു? തീരുമാനിച്ചു, ഇനി ഞാൻ യോഗ്യനല്ല. അപ്പൻ വേലക്കാരോട് പറഞ്ഞു, ഇവന് വസ്ത്രം ധരിപ്പിക്കണം. ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഇവൻ മുമ്പ് ഇതിനകത്തുണ്ടായിരുന്നത് പോലെ അവന് നീ വസ്ത്രം ധരിപ്പിപ്പീൻ. അവൻ്റെ കൈക്ക് മോതിരമിടുവിൻ. നഷ്ടപ്പെട്ടതിന് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നീ മടങ്ങി വന്നാൽ ആമേൻ, നഷ്ടപ്പെട്ട പ്രാർത്ഥന, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട വെളിപ്പാടുകൾ, നഷ്ടപ്പെട്ട സുവിശേഷത്തിന്റെ തീ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്നെ മടക്കി തന്ന് അപ്പന്റെ ഭവനത്തിൽ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവകുഞ്ഞെ, എവിടെയാ നിന്നെ ഒതുക്കി കളഞ്ഞത് അവിടെ നിന്ന് നീ പുറത്തു വരണം. നീ പന്നിക്കുഴിക്കകത്ത് കിടന്ന് ഒതുങ്ങിപ്പോകരുത്, നശിച്ചു പോകരുത്. ഇന്ന് പകൽ നിന്നെ കഴുത്തിന് കെട്ടിപ്പിടിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്. അപ്പൻ അത്രയും പറഞ്ഞങ്ങ് മിണ്ടാതിരല്ലേ. അപ്പം പറഞ്ഞു, ആമേ സ്തോത്രം, ഹല്ലേലൂയ. വേലക്കാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, തടിപ്പിച്ച മൃഗങ്ങളെ ഇറക്കണം, ഇന്ന് ഉത്സവമാണ്. സ്തോത്രം. ആമേ, ഭയങ്കര വിരുന്നൊരുക്കാൻ പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്താൽ ആമേ, സ്വർഗത്തിൽ വിരുന്നൊരുക്കും. ഒരു സ്വർഗീയ വിരുന്ന് ദൈവം നിന്റെ പേരിൽ വെളിപ്പെടും. സ്തോത്ര 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 സ്തോത്ര. ഒരുവൻ മനസ്സലിഞ്ഞാൽ, ഒരുവൻ അപ്പാ ഇങ്ങനെ പോയാ പറ്റത്തില്ല, ഇങ്ങനെ ഒതുക്കപ്പെട്ട പറ്റത്തില്ല, നിന്റെ ഭവനത്തിൽ ഞാൻ മുൻപ് സന്തോഷിച്ച സന്തോഷം എനിക്ക് മടക്കി തരണമെന്ന് ഒരുവൻ പറഞ്ഞാൽ ഇന്ന് പകൽ നിന്റെ പേരിൽ അപ്പൻ ഉത്സവം നടത്തും. കാണാതെ പോയതിനെ കണ്ടുകിട്ടിയാൽ എന്ത് ചെയ്യും? അപ്പൻ തോളിൽ എടുക്കും. വീട്ടുകാരും അയൽവക്കക്കാരും അമ്മ സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. ദൂതന്മാരുടെ ഇടയിൽ നമ്മളും ദൈവത്തിങ്കിലേക്ക് നമ്മളെ മനസ്സ് തിരിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. അമ്മേ സ്തോത്രം. ഒരു ഭാഗത്ത് കൊയറുകാർ പാട്ട് തുടങ്ങി, ഒരു ഭാഗത്ത് നൃത്തം തുടങ്ങി, ഭയങ്കര ഉത്സവം. അപ്പം പറഞ്ഞു, എൻ്റെ അമ്മൻ ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ഇതാ മടങ്ങി വന്നിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ കാണാതെ പോയിരുന്നു, അവനെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുക? കണ്ടുകിട്ടി. ഈ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ സ്തോത്രം, മൂത്ത മകൻ, ഇനിയാണ് മൂത്ത മകൻ്റെ രംഗപ്രവേശനം. ഇത്രയും സമയം ഇളയ മകൻ്റെ രംഗപ്രവേശനം. മൂത്തവൻ വന്നു. മൂത്തവൻ്റെ പ്രത്യേകത, മൂത്തവൻ ന്യായപ്രമാണമാണ്. മൂത്തവൻ വന്നിട്ട് അമ്മേ സ്തോത്രം, വീട്ടിനടുക്കാറായപ്പോൾ, വീട്ടിനകത്ത് കയറില്ല, വീട്ടിന് അടുക്കാറായപ്പോൾ ആമ റോഡിൽ വന്നപ്പോൾ വീട്ടിനകത്തൊരു ആരാധന, ഭയങ്കര നൃത്തവും വാദ്യഘോഷവും, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? അവൻ എന്നാ ചെയ്തേ? അവൻ ഒരു ബാല്യക്കാരനെ വിളിച്ച്, ഇതെന്തെന്ന്, ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, നമ്മളെ വീട്ടിലെ കാര്യം ആരോട് ചോദിച്ചിട്ട് അറിയുന്നത്?
അപ്പോൾ അവൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, നിൻ്റെ ഒരു സഹോദരനില്ലേ കാണാതെ പോയേ, അന്ന് ഇറങ്ങിപ്പോയില്ലേ, അവൻ മടങ്ങി വന്നെന്ന്. സ്തോത്രം. 28-ാം വാക്യം. അപ്പോൾ അവൻ കോപിച്ച്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കോപിച്ചു. നീ എന്തിനാ കോപിക്കുന്നേ? ഒരുത്തൻ മടങ്ങി വന്നതിന് നീ എന്തിനാ കോപിക്കുന്നേ? നിനക്കെന്താ പ്രശ്നം? ഇവിടെ പന്നിക്കുഴി കിടന്നവൻ അവൻ ഏറ്റു പറഞ്ഞ്, സത്യം പറഞ്ഞാൽ ഇന്ന് പെന്തക്കോസ് സഭകൾക്കകത്ത്, ഇവിടത്തെ കാര്യമല്ല ഞാൻ പൊതുവിൽ പറയാം, ആമേൻ സ്തോത്രം, മടങ്ങി വരാൻ പ്രാർത്ഥിക്കും. മടങ്ങി വന്നാലോ? അപ്പോൾ ഇവൻ മടങ്ങി വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കുന്നു, പൊന്നുമോനെ നീ എന്തിനാ കോപിക്കുന്നേ? അപ്പൻ വസ്തുവക പകുത്തു തന്നപ്പോൾ ആർക്കത്? രണ്ടുപേർക്കും ഷെയർ ചെയ്തു, തുല്യമായി കൊടുത്തു. സ്തോത്രം. പക്ഷേ അവൻ്റെ ഓഹരിയല്ലേ എടുത്തത്, നീ എന്തിനാ? എന്നാലും ഈ ന്യായപ്രമാണം അകത്ത് കിടന്നാൽ അത് കോപത്തിന് കാരണമായി തീരും. അവൻ എന്ത് ചെയ്തു? അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു, പൊന്നുമോനെ നീ വാ, നീ അകത്ത് കയറി വാ. പക്ഷേ ന്യായപ്രമാണം അകത്തുള്ളവൻ അകത്ത് വരില്ല. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ഇവനും പകുതി ദൈവം അപ്പം കൊടുത്തു. പക്ഷെ എന്താ പ്രത്യേകത എന്നറിയാമോ? ന്യായപ്രമാണത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, അവകാശി സകലത്തിനും യജമാനനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം അവൻ ദാസനേക്കാളും. അപ്പം ന്യായപ്രമാണത്തിനകത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ ന്യായപ്രമാണത്തിൽ ആരാ? ശിശുവാ. അപ്പം ക്രിസ്തുവിലാകുമ്പോഴേ ഇത് വളർച്ചയുണ്ടാകുന്നത്. ന്യായപ്രമാണത്തിനകത്ത് അമസ്വത്രം വളർച്ചയില്ല, ഇവൻ ശിശുവാ. സ്തോത്രം. ശിശുവിൻ്റെ പ്രത്യേകത എന്താ? ഹലോ ശിശുക്കളുടെ പ്രത്യേകത എന്താ? അവളെൻ്റെ പേന എടുത്തു, ഇനി ഞാൻ മിണ്ടൂ. ശിശുക്കളുടെ പ്രത്യേകത ഇവൻ വളർച്ചയില്ല. ഇപ്പം ശിശുക്കളെ പോലെ അമ്മ പ്രവർത്തിക്കൂ, പക്വതയില്ല. സ്തോത്രം. ഈ ന്യായപ്രമാണത്തിന് കീഴിലാണെങ്കിൽ നമ്മൾ ആരെ പോലെ ആയിരിക്കും? ആരെ പോലെ ആയിരിക്കും? പശുക്കളെ പോലെ. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ ഷൂ മാത്രമേ വന്നുള്ളൂ, അപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെയാണ്? അപ്പം ന്യായപ്രമാണത്തിനകത്ത് ആരാ? ശിശുക്കളാ. അതിനകത്ത് എല്ലാ അസൂയയും കൂശുമ്പും കുന്നായ്മയും. നിനക്കും തന്നില്ലേ, നീ അവൻ മടങ്ങി വന്നതിന് നീ എന്തിനാണ് ഇത്രയും വെപ്രാളം കാണിക്കുന്നത്? സ്തോത്രം. അവൻ ഹല്ലേലൂയ. അവൻ അകത്ത് അപ്പം വന്ന് വിളിച്ചു, മക്കളെ നീ വാ. അവൻ കാണാതെ പോയത്, അവൻ നഷ്ടപ്പെട്ടവനല്ലേ, അവൻ മടങ്ങി വന്നല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കും ഇഷ്ടം പോലെ നിനക്കുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യത്തില്ല? അവൻ കടപ്പാൻ മനസ്സില്ലാതെ അവനോട് ആമേൻ. സ്തോത്രം. അപ്പനോട് പറയും, അപ്പാ എത്ര കാലമായി ഞാൻ നിന്നോടുകൂടെ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. ഈ ന്യായപ്രമാണത്തിനകത്തുള്ളവരെല്ലാം കൽപ്പനയെ പിടിച്ചാണ് നിൽക്കുന്നത്. സ്നേഹമല്ല, റൂൾസിലാണ് ഇവരുടെ എല്ലാം നിലനിൽപ്പും. ആമേൻ. സ്തോത്രം. അടുത്ത ചോദിക്കുക, അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലെങ്കിലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ. അയ്യോ, ഇതാ പ്രത്യേകത. എല്ലാം കൊടുത്തിട്ടും ഇത് കാണാനുള്ള ഭാഗ്യമുള്ളൂ. എടാ, നിനക്ക് തന്നല്ലോ, നീ ഒന്നിനെ പിടിച്ചങ്ങ് വെട്ട്. ഇവൻ വെട്ടത്തുമില്ല, ഇവൻ തിന്നത്തുമില്ല. 24 മണിക്കൂറും പരാതി. ജീവിതത്തിൽ പരാതി, കുടുംബത്തിൽ പരാതി, മക്കളോട് പരാതി, സർവത്തിനും പരാതി. അല്ലേ അലക്സച്ച?
എത്ര ആടുണ്ട് ഒന്ന് പൊളിച്ച് അങ്ങ് വെട്ട്, എന്നിട്ട് ചങ്ങാതിമാരുമായിട്ട് നീ കഴിക്ക്. ഇവൻ കഴിക്കത്തുമില്ല, കഴിക്കണവനെ കഴിക്കാൻ. സ്തോത്രം. എന്നിട്ട് എന്താ സംഭവിച്ചേ? അവന് ഒരു പരാതി. അവൻ്റെ പരാതി എന്താ? വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴോ നീ എന്ത് ചെയ്തു? ഇപ്പൊ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, നീ അവൻ ഇതൊക്കെ വീണ്ടും എന്തിനാ ചെയ്യുന്നത്? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തോട്ടത്തിൽ വേല ചെയ്തു. ചെയ്യാൻ ഒരു കൂട്ടരെ കണ്ടു. ദൈവം പറഞ്ഞു, തോട്ടക്കാരൻ പറഞ്ഞു, ഞാൻ നിനക്ക് 1 വെള്ളിക്കാശ് തരാം. അവൻ പറഞ്ഞു സന്തോഷം. ഹല്ലേലൂയ. അടുത്ത 11 മണി നേരത്തിന് ഒരു കൂട്ടരെ കണ്ടു. അവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ന്യായമായത് തരാം. 3 മണി നേരത്തെ ഒരു കൂട്ടരെ കണ്ടു. അവരോട് പറഞ്ഞു ന്യായമായത് തരാം. അപ്പോൾ 11 വൈകുന്നേരം 6 മണിയായപ്പോൾ യജമാനൻ വന്നിട്ട് 11 മണി നേരത്തെ വന്ന് അവനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു 1 വെള്ളിക്കാശ് കൊടുത്തു. അപ്പോൾ 6 മണി നേരത്ത് വന്നവൻ പറഞ്ഞു, 11 മണിക്ക് വന്നവന് 1 കൊടുത്ത് 1 വെള്ളിക്കാശ് കൊടുത്തെങ്കിൽ എനിക്കൊരു 2 വെള്ളിക്കാശെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ പ്രതീക്ഷ തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? പ്രതീക്ഷ തെറ്റുമ്പോൾ. എന്ത് പ്രതീക്ഷ? വെറുതെ ഉള്ള പ്രതീക്ഷയാണ്. നമ്മളോട് പറഞ്ഞ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. അപ്പോൾ അവൻ വന്നപ്പോൾ അവന് 1 വെള്ളിക്കാശ് കൊടുത്തു. അതവന് ഇഷ്ടപ്പെട്ടില്ല. അവനെന്താ പ്രശ്നം? നിന്റെ പ്രശ്നം എന്താ? നിന്നോട് 1 വെള്ളിക്കാശ് തരുമെന്നല്ലേ പറഞ്ഞേ? നീ അതിനല്ലേ ഉടമ്പടി എടുത്തേ? അത് നിനക്ക് തന്നില്ലേ? പിന്നെ എന്താ പ്രശ്നം? പക്ഷെ അവൻ്റെ പ്രശ്നം ഈ 11 മണിക്ക് കയറി വന്നവനോട് കൂടെ എന്നെ എന്ത് ചെയ്തു? ഹലോ, 11 മണി നേരത്തെ കയറി വന്ന ഞങ്ങളൊക്കെ ആദ്യമേ ഇവിടെ വന്ന് ജോലി ചെയ്തതാ. അപ്പൊ ഇന്നലെ കയറി വന്നവനെ ഞങ്ങളോട് എന്ത് ചെയ്തു? അപ്പം പറഞ്ഞു, അതെൻ്റെ മനസ്സാണ്, എൻ്റെ ഇഷ്ടം. ഇന്ന് പകൽ അപ്പന് മനസ്സലിവ് തോന്നിയാൽ, അപ്പന് മനസ്സലിവ് തോന്നിയാൽ അമ്മ മുമ്പേ ഓടിയവരെക്കാൾ അതിനു മുൻപേ നിന്നെ ഓടിക്കുവാൻ. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ഏലിയാവേ, ആമേൻ, ആഗാബിന്റെ രഥത്തിന് മുൻപേ ഓടുവാൻ നിന്റെ കാലുകൾക്ക് ഞാൻ ശക്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രഥങ്ങളുടെ കണക്ക് പറഞ്ഞ്, കുതിരയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നവന് മുൻപേ ഓടിക്കുന്ന ഒരു ദൈവശക്തി കൊടുക്കുന്നവൻ ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. ഇവൻ അകത്ത് കയറിയില്ല, ഇവൻ പുറത്ത് തന്നെ നിന്നു. അതിന്റെ 32 വാക്യം ഒന്ന് വായിച്ചിട്ട്. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറയുക. ഈ അപ്പൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സത്യം പറഞ്ഞാൽ നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞതിന് ആമേൻ സ്തോത്രം, ആ മൈക്കിൻ്റെ ഓളിയോ ഒരല്പം കുറച്ച് വെക്ക്. പക്ഷെ കാരണം എന്താ? അവനെ നമുക്ക് എന്ത് ചെയ്യണ്ട? അവനെ നമുക്ക് എന്ത് ചെയ്യണ്ട? പിണക്കണ്ട. അവനെയും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ. ഇച്ചിരി വോളിയം കുറച്ച് വെച്ച് അമ്മ 2 പാട്ട് വേണ്ട, 1 പാട്ട് മതി. അമ്മ സ്വതന്ത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ഈ അപ്പൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഇന്ന് പകൽ ഈ അപ്പൻ്റെ പ്രത്യേകത ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അമ്മൻ. ഇവൻ വീട്ടിനകത്ത് കയറിയില്ല, ഇവൻ പുറത്ത് നിൽക്കുക. അപ്പം പറഞ്ഞു, അമ്മൻ, നിൻ്റെ ഈ സഹോദരനെ, അവനോട് പറയാം, നിൻ്റെ ഈ സഹോദരനുണ്ടല്ലോ, അവൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും അവൻ ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരുന്നു, അവനെ കണ്ട് കിട്ടിയിരിക്കുന്നു. ആകയാൽ നമുക്കെന്ത് ചെയ്യാം? ആകയാൽ ആനന്ദിക്കണം. ആമേ സ്തോത്രം.
ഹൃദയകാഠിന്യപ്പെട്ട് പുറത്ത് അപ്പൻ്റെ ഭവനത്തിൽ കയറാതെ പുറത്ത് നിൽക്കുന്നവനെ നോക്കിയിട്ടല്ല, അകത്തു കയറി വന്ന് അപ്പൻ്റെ ഭവനത്തിനകത്ത് കയറി വന്ന് അപ്പനോടുകൂടെ സന്തോഷിക്കുന്നവനോടുകൂടെ അപ്പൻ സന്തോഷിക്കും, അപ്പൻ നൃത്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം പറഞ്ഞു, ആമേൻ, ഇന്ന് നമുക്ക് എന്താണ്, ഇന്ന് നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യം. ഇന്ന് പകൽ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കുമ്പോൾ അപ്പം പറയും, ഇന്ന് ആമേൻ ഈ സ്വർഗീയ ഭവനത്തിനകത്ത്, ആമേൻ പുത്രൻ്റെ രാജ്യത്തിനകത്ത് ആനന്ദം, സന്തോഷം. ആമേൻ, ഒരുത്തൻ പുറത്ത് നിൽക്കുന്നു, ഒരുത്തൻ അകത്ത് കയറി. ഇന്ന് പകലൊരു സന്ദേശം ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മളാരും അപ്പൻ്റെ ഭവനത്തിന് പുറത്തായി പോകരുത്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയ കാഠിന്യം മുഖാന്തരം ആമേൻ നമുക്ക് അപ്പൻ്റെ ആമേൻ ഭവനത്തിൽ കയറാൻ പറ്റാതെ നമ്മൾ പുറത്തായി പോകരുത്. ആമേൻ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ, നമ്മൾ അകത്ത് വരണം. ഹല്ലേലൂയ. അകത്ത് അപ്പൻ വന്നു. അപ്പം പറഞ്ഞു, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ആമേ കൊയർ പാട്ട് പാടട്ടെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇതാ ഒരുവൻ വന്ന് നിൽക്കുകയാണ്. എങ്ങനെയാണ് നിൽക്കുന്നത്? ആമേ സ്തോത്രം, നഷ്ടപ്പെട്ടു പോയ ആ അങ്കി ആമേൻ മടക്കി കൊടുത്ത് അവൻ, ആമേ സ്തോത്രം, അവൻ, ഹല്ലേലൂയ, അവന് നഷ്ടമായ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ മോതിരം ധരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കാലിൽ ചെരിപ്പിട്ടുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഹല്ലേലൂയ. അവനൊരു കാര്യം മനസ്സിലായി, ലോകത്ത് ഇതുപോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ദൈവകുഞ്ഞേ, നിന്റെ ഒറ്റപ്പെടലുകൾക്കകത്ത് ആമേൻ ദൈവത്തിൻ്റെ സ്നേഹം നീ തിരിച്ചറിയാൻ പോവുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ പാട്ട് പാടി, ഉമ്മയപ്പാന്ന് കൂപ്പിടത്താനാസേ, ഉമ്മയപ്പാണ് കൂപ്പിടവാ, ഉമ്മയമ്മാണ് കൂപ്പിടത്താനാസേ, ഉമ്മയമ്മാണ് കൂപ്പിടവാ. അവൻ പറഞ്ഞു, ആമേ സ്തോത്രം, നീയാണ് എൻ്റെ അപ്പനും അമ്മയും എല്ലാം, നീയാപ്പ. പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ കിടന്നപ്പോൾ എൻ്റെ കാലുകൾക്ക് ബലം തന്ന് അവിടെ നിന്ന് കുതിച്ചെഴുന്നേറ്റ് നിന്റെ ഭവനത്തിനകത്ത് വരുവാൻ എൻ്റെ കാലുകൾക്ക് ശക്തി തന്ന് അപ്പ നീയാ, ഇനി എൻ്റെ അപ്പനും എൻ്റെ അമ്മയും നീയാ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റിക്കാം. ഇന്ന് പകൽ നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ, ഇന്ന് പകൽ നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരും അലക്ഷ്യമായി നിൽക്കരുത്. നിങ്ങളെ കണ്ണുകളെ അടച്ച് ഇന്ന് പകൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ അത് അനുഭവിക്കണം, ഇതനുഭവിക്കണം. സ്തോത്രം. ആമേൻ. ഒരു പ്രശ്നങ്ങളും ഒരു വിഷയങ്ങളും നമ്മളെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കരുത്. ഇന്ന് പകൽ അപ്പൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ കയറി വരണം. ഇന്ന് പകൽ ഒരുവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും. ലോകം മുഴുവനെ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, ലോകം മുഴുവനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം ഒരു അപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ അപ്പൻ നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുക. ഇന്ന് പകൽ ആ ദൈവ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കണം. ഇന്ന് പകൽ പ്രതികരിച്ച് തുടങ്ങിക്കൂ, ദൈവത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പനോടുള്ള സ്നേഹത്തെ ആമേൻ ഒന്ന് പ്രകടിപ്പിച്ച്, അപ്പനോടൊന്ന് മിണ്ടിയേ, അപ്പനോടൊന്ന് പറഞ്ഞേ, അപ്പാ ആമേൻ നഷ്ടപ്പെട്ട ആമേൻ ആ കൃപകളെ ഞങ്ങൾക്കൊന്ന് മടക്കി തരണം. ആ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, ആ നഷ്ടപ്പെട്ട ആരാധന, നഷ്ടപ്പെട്ട അന്യഭാഷ, നഷ്ടപ്പെട്ട ദർശനങ്ങൾ, നഷ്ടപ്പെട്ട പ്രവചനങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയണം. അപ്പാ ഇന്ന് പകൽ എൻ്റെ കൈക്ക് മോതിരവും ആമേൻ സ്തോത്രം എൻ്റെ കാലിന് ചെരിപ്പും ആമേൻ നിന്റെ വിശുദ്ധിയുടെ വസ്ത്രം എന്നെ പൊതിയണം അപ്പാ.